എൻ്റെ പേര് ഷാജു എന്നാണ്. ഞാൻ കൊട്ടാരക്കര മുൻ മുനിസിപ്പൽ ചെയർമാനും ഇപ്പം കൗൺസിലർ കൂടിയാണ്. ഇന്നലെ അതായത് 30-ാം തീയതി മണ്ണടിയിൽ താമസിക്കുന്ന അൽ ഫാത്തിമയും അൽ ഷിഫ, അവരുടെ മകളായിട്ടുള്ള 8 വയസ്സുള്ള അൽ ഷിഫയും ഇന്നലെ ഉച്ച മുതൽ അവരെ കാണുവാനില്ല. കൊട്ടാരക്കര മുസ്ലിം സ്ട്രീറ്റിലുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഇന്നലെ ഏതാണ്ട് 3 മണി സമയത്ത് ആ ബന്ധുവിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് അവിടെ വന്നത്. ആ ബന്ധു വീട്ടിലില്ലാത്ത സമയത്ത് ഫോണിൽ കൂടി സ്വർണം സിറ്റൗട്ടിൽ വെച്ചിട്ട് വോയിസ് മെസ്സേജ് ഇട്ട് കൊടുത്തിട്ട്, ഞാൻ സ്വർണം അവിടെ വെക്കുകയാണ്, എന്നെ ഇനി ആരും കാണാൻ ശ്രമിക്കരുത്, ഞാൻ ജീവിതം മടുത്തു, ഞാൻ പോവുക എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയും 8 വയസ്സുള്ള കുട്ടിയും 28 വയസ്സ് പ്രായമുള്ള അമ്മയും ഇന്നലെ മുതൽ കാണുവാനില്ല. രാത്രിയും വീട്ടിലെത്തിച്ചേരാത്തതിനെ തുടർന്നാണ് ബന്ധു വീടുകളിലും സുഹൃത്തു വീടുകളിലും ഒക്കെ അന്വേഷിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏനാത്ത് പോലീസ് സ്റ്റേഷനിലും കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുക്കുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി ഏതാണ്ട് 2 പുലർച്ചെ വരെ പല സ്ഥലങ്ങളിലും ഈ കുട്ടിയെയും കുട്ടിയുടെ മാതാവിനെയും തിരക്കി പൊതുപ്രവർത്തകരും പോലീസും സോഷ്യൽ മീഡിയ അടക്കമുള്ള ആളുകൾ കൂടി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ കുട്ടിയെ കണ്ടുകിട്ടിയിട്ടില്ല, മാതാവിനെയും കണ്ടുകിട്ടിയിട്ടില്ല. വീട്ടിൽ ഭർത്താവുമായി അല്പം പിണക്കത്തിലാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ആപത്തിലേക്ക് പോയി എത്തപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള കുട്ടിയെ കണ്ടുകിട്ടുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ്. മാധ്യമപ്രവർത്തകരുടെയും പൊതുപ്രവർത്തകരുടെയും എല്ലാ വാട്സപ്പ് കൂട്ടായ്മകളിലും എല്ലാവരും സഹകരിച്ച് 28 വയസ്സുള്ള ആ സഹോദരിയും 8 വയസ്സ് പ്രായമുള്ള ആ കുഞ്ഞിനെയും അവരുടെ മകളെയും കണ്ടെത്തുന്നതിന് വേണ്ടി സഹായിക്കണം. കാരണം വീട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ അല്പം മാനസിക വിഷമവും അതുമാത്രമല്ല എന്തെങ്കിലും മറ്റ് കടുങ്കൈ ചെയ്യുന്നതിനുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഈ സഹോദരിയും മകളും. ആ സഹോദരിയും മകളെയും കണ്ടെത്തുന്നതിന് വേണ്ടി എല്ലാവരും ഒന്ന് പരിശ്രമിക്കും.